പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആശൂറാവിന്റെ ദിവസം അഥവാ മുഹറം 10-ന്റെ ദിവസം നമ്മളിലേക്ക് ഇനി കടന്നു വരാൻ വെറും 2 ദിവസം മാത്രമുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ മുഹറം 10-നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെല്ലേണ്ട അത്ഭുതകരമായ 3 ദിക്റുകളുണ്ട്. ഈ ദിക്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുഹറം 10-ന്റെ പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റുകളാണ്. ഈ ദിക്റ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ചെയ്തു തരുമെന്ന് മഹാന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ ദിക്റെന്നും എത്ര പ്രാവശ്യം ചെല്ലണമെന്നും എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافع البليات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവിധ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കും മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ മജ്ലിസ് നിങ്ങളെ കുടുംബങ്ങളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുഹറം മാസം എത്തിക്കഴിഞ്ഞാൽ വളരെയേറെ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് മുഹറം 10-ന്റെ ദിവസം എന്ന് പറയുന്നത്. ആ മുഹറം 10-ന്റെ ദിവസം നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി 2 ദിവസം മാത്രമുള്ളൂ. എന്തുകൊണ്ടാണ് മുഹറം 10-ന്റെ ദിവസം ഇങ്ങനെ മുത്തു മുഅ്മിനീങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മുഹറം 10-ന്റെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുഹറം 10-ന്റെ ദിവസം, 9-ന്റെ ദിവസം, 11-ന്റെ ദിവസമൊക്കെ പ്രത്യേകം നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഹറം 10-ന് ഇത്ര പവർ ഉണ്ടാകാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരാൻ അല്ലാഹു തീരുമാനിച്ച ദിവസം മുഹറം 10-ന്റെ ദിവസമാണ്. ഒരുപാട് അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തത്, ഒരുപാട് അമ്പിയാക്കന്മാരെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-ന്റെ ദിവസമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 10-ന്റെ ദിവസം. ആ മുഹറം 10-ന്റെ ദിവസം ഇനി നമ്മളിലേക്ക് കടന്നു വരാൻ 2 ദിവസമുള്ളൂ. അതിന്റെ മുമ്പ് നമ്മൾ ചൊല്ലി തീർക്കേണ്ട അത്ഭുതകരമായ 3 ദിക്റുകളുണ്ട്. ഈ ദിക്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുഹറം 10-ന്റെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ ദിക്റ് ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റാണ്. ഈ ദിക്ർ അറിയാത്തവരായി ആരും ഉണ്ടാകൂല. പക്ഷേ ഈ ദിക്റിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിട്ടില്ല. മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവനും അത് ചൊല്ലാൻ അവർ ശ്രമിക്കുമായിരുന്നു. അത്രയും പവറുള്ള, അത്രയും ബറക്കത്തുള്ള, അത്രയും
അത്രയും പുണ്യമുള്ള, അത്രയും പോരിശയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. കഴിയുന്ന ആളുകൾ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുകൂടെ കൂട്ടിക്കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് ചെല്ലേണ്ടത്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇത് വളരെ പോരിശയുള്ള ദിക്റാണ്, മഹത്വമുള്ള ദിക്റാണ്. ഇത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്ർ എങ്ങനെയാണ് അറിയപ്പെട്ടതെന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെല്ലുപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ദുൽഹജ്ജ് മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ആ ദുൽഹജ്ജ് മാസം അറിയപ്പെടുന്നത് ഇബ്രാഹിം നബിയുടെ പേരിലാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ, വളരെ ചെറുപ്പകാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അള്ളയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മാസങ്ങളോളം കത്തിക്കപ്പെട്ട തീയിലേക്ക് ഇടാൻ പോവുകയാണ്. അങ്ങനെ നമ്രൂദ് എന്ന് പറയുന്ന ആ രാജ്യത്തുള്ള കിങ്കരൻ, ക്രൂരനായ ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് ഇടുകയാണ്. ആ തീയിന്റെ പ്രത്യേകത, മാസങ്ങളോളം കത്തിച്ച് പിന്നെയും കത്തിച്ച് അത്രമേൽ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീയിലേക്ക് ഇടുന്നത്. അത്രയും വെറുപ്പായിരുന്നു നമ്രൂദിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. ആ തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇട്ട സമയത്ത് ഇബ്രാഹിം നബി അവിടുന്ന് പറഞ്ഞ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ഏതാണെന്നറിയോ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്കെന്റെ റബ്ബുണ്ട്, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അല്ലാഹുവിനെയാ. എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദിക്ർ ചൊല്ലിയതിന്റെ പേരില് അല്ലാഹു തീയിനോട് പറയുകയാണ്, തീയെ നീ തണുക്കണം, നല്ല AC ഉള്ളതുപോലെ തീയിന്റെ ഉള്ളായി എന്നാ പറയുന്നത്. അത്രയും അത്ഭുതകരമാണ് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് പറയുന്ന ദിക്ർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നായിരുന്നു. ആ മുഹറം 10 അല്ലാഹു രക്ഷപ്പെടുത്താനുള്ള കാരണം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്റാണ്. അതുകൊണ്ട് നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചൊല്ലണം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്ര ഞാൻ ഈ ദിക്റിനെ കുറിച്ച് പറയുന്നത്? ഈ ദിക്റിന്റെ മഹത്വം നമ്മളെ മനസ്സിൽ പതിയണം. പലരും ചോദിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ അത് ഡയറക്റ്റായി പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത് എന്ന്. വിശദീകരിക്കണം, അതിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെല്ലണം എന്നുള്ളതാണ്. മാത്രമല്ല ഈ ദിക്ർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറും. എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ആ പ്രയാസങ്ങളൊക്കെ മാറുമെന്നുള്ളതാണ്. ആഫത്ത് മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും, ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ബദർ യുദ്ധത്തിന്റെ അവസ്ഥ എന്താണ്? ആയിരക്കണക്കിൽ വരുന്ന ശത്രുക്കളോട് 313 ചില്ലാനം വരുന്ന സഹാബിമാര് യുദ്ധത്തിന് പോവുകയാണ്. നമ്മൾ ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾ ജയിക്കൂല. പക്ഷേ ബദർ ദിനത്തിന്റെ അന്നത്തെ രാത്രി അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് കൂടുതൽ പറഞ്ഞ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ഏതാണെന്നറിയോ? അതാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അള്ളാഹുവിന്റെ റസൂൽ കൂടുതൽ പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഇതിന്റെ പേരിൽ ബദർ യുദ്ധത്തില് മുസ്ലിമീങ്ങൾ ജയിച്ചില്ലേ? ഉഹദ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് നമ്മളും ഈ മുഹറം 10 വരുന്നതിന്റെ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. എത്രയാണോ നമ്മൾക്ക് കഴിയുക, 100 ആണോ അത്ര ചെല്ലുക, 200 ആണോ അത്ര ചെല്ലുക, 300 ആണോ അത്ര ചെല്ലുക, 400 ആണോ അത്ര ചെല്ലുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ശത്രുക്കളുണ്ട്, അവരെ നേരിടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശത്രുക്കളെ നേരിടാനുള്ള
ഏറ്റവും വലിയ പരിചയാണ് ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറയുന്ന ദിക്ർ. നമ്മൾ ശത്രുക്കളെ കാണുമ്പോൾ അതാരായിക്കോട്ടെ, ആ ശത്രുക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നാവ് കൊണ്ട് അവർ കേൾക്കാത്ത രൂപത്തിൽ ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മളോടുള്ള ശത്രുത കുറഞ്ഞു വരും, നമ്മളോട് സ്നേഹം കൂടും. അതല്ലെങ്കിൽ എത്ര വലിയ ശത്രുക്കളാണെങ്കിലും നമ്മളെ തൊടാൻ അവർക്ക് കഴിയില്ല, നമ്മളെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ ദിക്റിന്റെ മഹത്വം. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് രണ്ടാമത് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഇതും അത്ഭുതമാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മുഹറം മാസത്തിന്റെ പേരിൽ അറിയപ്പെട്ട ദിക്റാണ്, ഒരു ദുആയാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റിന്റെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം, ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ അതാ ശത്രുക്കൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാമിന് വലിയ ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടണം, വളരെ പ്രയാസത്തിനാണ് യൂനുസ് നബി. ആ സമയത്ത് യൂനുസ് നബി ചൊല്ലിയതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് മുഹറം 10-നായിരുന്നു. ഇത് ചൊല്ലിയപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും മുഹറം 10 വരുന്നതിന്റെ മുമ്പും മുഹറം 10ന്റെ അന്നും നമ്മൾ കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്ർ, ഒരു ഇസ്തിഗ്ഫാർ, ഒരു പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹു ലം യദ്അ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ലാ ഇസ്തജാബല്ലാഹു ലഹു. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുസ്ലിമായ 5 വക്ത് നിസ്കരിക്കുന്ന അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രയാസം വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ, അത് കടമാകാം, രോഗമാകാം, എന്തുമാവാം, ആ വരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ഇസ്തജാബല്ലാഹു ലഹു, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ഇജാബത്ത് നൽകുകയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, വെറുതെ അങ്ങോട്ട് തട്ടിവിടുന്നല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ മക്കളെ സ്വഭാവം മാറാൻ ഒരുപാട് ആളുകൾ മക്കളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. ചൊല്ലിക്കോളൂ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ ധാരാളം ചൊല്ലിക്കോളൂ. 100 ആകാം, 500 ആകാം, 1000 ആകാം, എത്ര ചൊല്ലിയാലും കുറവാകൂല. അത്രയും പവർഫുള്ളാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതിന്റെ മഹത്വങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹത്തുക്കൾ ഇതിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ കുറെ ആളുകൾക്ക് വെറുപ്പാണ്, കുറെ ആളുകൾക്ക് ഇന്ന് തിരക്കാണ്. നമുക്കൊക്കെ ഇന്ന് തിരക്കാണ്. നമ്മളെ തിരക്കൊക്കെ അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഏതാണെന്നറിയോ? ഇപ്പോഴൊക്കെ നമ്മൾ പറയും, ഉസ്താദെ കുറച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് തിരക്കാണ്, ഞങ്ങൾക്ക് കേൾക്കാനൊന്നും സമയമില്ല, ഈ ദിക്റൊക്കെ ചെല്ലാൻ ഞങ്ങൾക്ക് സമയമില്ല ഉസ്താദെ, ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങൾ തന്നെ നോക്കാൻ കുറേ ഉണ്ട് ഉസ്താദെ എന്നിങ്ങനെ പറയും. ഏതുവരെ പറയും? പള്ളിക്കാട്ടിലേക്ക് നമ്മളെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്നത് വരെ നമ്മളിങ്ങനെ ജീവിതകാലത്ത് പറയും തിരക്കാണേ തിരക്കാണേ തിരക്കാണേ, നിസ്കരിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, നോമ്പോൽക്കാൻ സമയമില്ല എന്നിങ്ങനെ പറയും. ഏതുവരെ? മരണം വരെ. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് വരെ നമ്മൾ പറയുന്ന ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ ദിക്ർ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ദിക്ർ ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഖുർആനിലുണ്ട്, ഫാത്തിഹയിലെ ഒരു ആയത്താണ്. മാത്രമല്ല ഇത് വലിയ ഒരു ദിക്റാണ്. മഹാന്മാർ ഇതുകൊണ്ട് ചികിത്സ നടത്തിയിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് ബിസ്മി മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മി ധാരാളം ചൊല്ലണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയ ഒരു പ്രളയം ഉണ്ടായി. നമ്മളെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ കേരളത്തിൽ വലിയൊരു പ്രളയം ഉണ്ടായി, മഴ പെയ്ത കാരണത്താൽ. അതൊന്നുമല്ല പ്രളയം, ലോകം മുഴുവനും ഉണ്ടായ ഒരു പ്രളയം. ലോകം മുഴുവനും, ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും പ്രളയം ഉണ്ടായിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ കൊണ്ടാണ്, എന്ന ആയത്ത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ആ രക്ഷപ്പെടുത്തിയത് മുഹറം 10-നായിരുന്നു. അപ്പൊ മുഹറം 10 വരുമ്പോ നമ്മൾ ബിസ്മി ധാരാളം ചെല്ലണം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. മാറാവ്യാധി രോഗങ്ങൾക്ക്
ബിസ്മി നല്ലതാണ്. 786 പ്രാവശ്യം ബിസ്മി ഓതി വെള്ളത്തിൽ മന്ത്രിച്ചൂതി രോഗികൾക്ക് കൊടുത്താൽ രോഗം മാറുമെന്നുള്ളതാണ് ബിസ്മിയുടെ പവർ. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ വേദന, ഒരുപാട് വേദനയുള്ള ആളുകളുണ്ട്, ഇൻഷാ അല്ലാഹ് ബിസ്മി ചൊല്ലുക, കയ്യിലേക്ക് മന്ത്രിച്ചൂത, ശരീരമാസമകല തടവിക്കഴിഞ്ഞാൽ ആ വേദനകളൊക്കെ മാറുമെന്നുള്ളതാണ്. മഹാന്മാരങ്ങനെ ചികിത്സ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾ പരീക്ഷയിലേക്ക് പോകുമ്പോൾ, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ ജോലിയിലേക്ക് പോകുമ്പോൾ, ജോലി അന്വേഷിച്ചു പോകുമ്പോൾ അവിടെയൊക്കെ വിജയം കൈവരിക്കാൻ ബിസ്മി ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുക. കഴിയുമതും നമ്മളെ വീട്ടിന്റെ വളപ്പിൽ നിന്ന് ഇറങ്ങുന്ന, കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഗേറ്റിന്റെ അവിടെ വെച്ചുകൊണ്ട് 11 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അതുപോലെ കോളേജിന്റെ ആ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് 11 പ്രാവശ്യം ബിസ്മി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകും. അതുപോലെ തന്നെ ഉദ്ദേശിച്ച ജോലി നമ്മൾക്ക് ലഭിക്കും. ജോലിയിലാണെങ്കിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അവിടെ ബറക്കത്ത് ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വളരെ പ്രധാനപ്പെട്ട 3 ദിക്റുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. മെൻസസ് ഉള്ള സമയത്തും സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ്. ബിസ്മി ചൊല്ലുന്ന സമയത്ത് അത് ആയത്താണ് എന്ന് കരുതി നിങ്ങൾ ചെല്ലണ്ട, അതൊരു ദിക്റാണ് എന്ന് കരുതി നിങ്ങൾ ചെല്ലുക. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്നുള്ളത് ഒരു ദിക്റാണ് എന്ന് കരുതി ചെല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അത് ദിക്റാണെന്ന് കരുതി നിങ്ങൾ ചൊല്ലിക്കോളൂ. അതൊരു പ്രാർത്ഥനയാണ് എന്ന നിലക്ക് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഒട്ടനവധി മഹത്വങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകും. വളരെ കുറച്ച് മഹത്വങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ 3 ദിക്റുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ബിസ്മിയെ വിശദീകരിച്ച് തന്നെ ഡസൻ കണക്കിൽ കിതാബുകൾ മഹാന്മാരെ എഴുതിയിട്ടുണ്ട്. അതിന്റെ മഹത്വവും പോരിശയും പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ മുഹറം 9ന്റെ നോമ്പിനെ കുറിച്ചും 10ന്റെ നോമ്പിനെ കുറിച്ചും 11ന്റെ നോമ്പിനെ കുറിച്ചും അതിന്റെ നിയ്യത്തിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് ഉണ്ടാവും തൊട്ടടുത്ത ദിവസങ്ങളിലായി. അതെല്ലാവരും കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം എൻ്റെ മജ്ലിസ് കാണുന്ന എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ മജ്ലിസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ കുടുംബക്കാർക്ക്, നിങ്ങളുടെ ഫാമിലികളിലേക്ക്, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മളെ മജ്ലിസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കാരണം ഒരു 10 ആളെങ്കിലും നമ്മളെ മജ്ലിസിലേക്ക് നിങ്ങൾ ചേർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമുർ-റാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ, 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 ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 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 അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ പ്രതീക്ഷിച്ച് ഞങ്ങളെ മജ്ലിസിലുണ്ട്. അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ
നൽകണേ അല്ലാ. കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. കടമെന്ന മുസീബത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ജപ്തിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ കടം കാരണം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിലും കച്ചവടത്തിലും ഖൈറും ബറക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കുന്ന നിനക്ക് വഴിപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണയെ നൽകണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് വിവാഹം ശരിയാക്കി കൊടുക്കണേ അല്ലാ. മക്കളുടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് ശത്രുക്കളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കള് വല്ലുപ്പ വല്ലുമ്മമാര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങളെ കുടുംബക്കാര് ജ്യേഷ്ഠനിയന്മാര് അനിയത്തിമാര് അവരെ ഭാര്യ മക്കള് കുടുംബക്കാര് പടച്ചവനെ ഞങ്ങളെ അയൽവാസികള് അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഭക്ഷണം തന്നവര് മുഅ്മിനീങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാൻ നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. പരാജയം നൽകല്ല അല്ലാ. ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഖബർ സ്വർഗമാക്ക് വിശാലമാക്ക് സന്തോഷത്തിലാക്ക്. നിന്റെ ലിഖാഹ് കാണാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിനക്കറിയാം. എല്ലാം നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. വേദനകൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.